ഗുഡ് മോർണിംഗ്. നാം ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന കോഴ്സ് MBA എന്നുള്ളതാണ്. മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. എനിക്ക് ധാരാളം എൻക്വയറി വരുന്നതും നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ നിന്ന് ഭൂരിപക്ഷം സ്റ്റുഡൻസും ആഗ്രഹം പ്രകടിപ്പിക്കുന്നതുമായിരിക്കുന്ന ഒരു കോഴ്സാണ് MBA അഥവാ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്നത്. പക്ഷേ ഒരു ഏകീകൃത രൂപത്തിലും വളരെ കൃത്യമായിട്ടും 100% വിശകലനം ചെയ്യാൻ പറ്റാത്ത, അതല്ലെങ്കിൽ ആൻസർ നൽകാൻ പറ്റാത്ത അത്രയും വൈവിധ്യമാണ് MBAയുടെ സിലബസും സബ്ജക്റ്റുകളും MBA നൽകുന്ന സ്ഥാപനങ്ങളും. ലോകത്ത് അറിയപ്പെട്ട മിക്കവാറും രാഷ്ട്രങ്ങളിലൊക്കെ ഈ MBA കോഴ്സ് ഉണ്ട് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു കുട്ടി MBAക്ക് ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ ഏത് രാഷ്ട്രത്തിൽ നിന്ന് ഏത് MBA ആണ് നീ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നീ ചോദിക്കുന്നത് എന്ന് തിരിച്ചങ്ങോട്ടൊരു ചോദ്യം ചോദിക്കേണ്ടി വരുന്നു. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിന്ന് പഠിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ കൊച്ചു കേരളത്തിൽ നിന്ന് പഠിക്കുന്ന ഒരു കുട്ടിയോട് നമ്മൾ ചോദിക്കുന്നത്, നീ ഇൻ്റർനാഷണൽ രംഗത്ത് അഥവാ ഔട്ട്സൈഡ് ഇന്ത്യയിൽ പോയിട്ടാണോ MBA ചെയ്യുന്നത്, അതല്ല വിതിൻ ഇന്ത്യയിൽ നിന്നാണോ MBA ചെയ്യുന്നത് എന്നതാണ്. വിതിൻ ഇന്ത്യയിലാണ് MBA ചെയ്യുന്നത് എങ്കിൽ ഇന്ത്യ രാജ്യത്തെ MBAയിൽ വെച്ച് ഏറ്റവും വാല്യുബിൾ ആയിരിക്കുന്ന MBA ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്. ധാരാളം ബ്രാഞ്ചുകളുണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിന്. അവർ നൽകുന്ന MBA ആണ്. ഇന്ത്യ രാജ്യത്തെ MBA ഡിഗ്രിയിൽ അതൊരു PG ഡിഗ്രിയാണ്. ഇന്ത്യ രാജ്യത്തെ PG MBA ഡിഗ്രിയിൽ ഏറ്റവും വില കുറഞ്ഞത് തമിഴ്നാട് യൂണിവേഴ്സിറ്റികൾ അടക്കം നൽകുന്ന ഡിസ്റ്റൻ്റായിട്ട് നൽകുന്ന MBA ആണ്. ഇതിന് രണ്ട് അറ്റത്ത് ഏറ്റവും മികച്ചത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് നൽകുന്ന MBA ആണ്. ഏറ്റവും വാല്യൂ കുറവുള്ളത് തമിഴ്നാട് യൂണിവേഴ്സിറ്റികൾ പോലെയുള്ള യൂണിവേഴ്സിറ്റികൾ. തമിഴ്നാട് മാത്രമല്ല, നമ്മളെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അത്തരം ഡിഗ്രികൾ നൽകുന്നത് തമിഴ്നാട് യൂണിവേഴ്സിറ്റികളായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. തമിഴ്നാട് യൂണിവേഴ്സിറ്റികളെ പോലെയുള്ള യൂണിവേഴ്സിറ്റികൾ നൽകുന്ന ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷനിലൂടെ നൽകുന്ന MBA ആണ്. ഇതിനിടക്ക് വൈവിധ്യങ്ങളായ സബ്ജക്റ്റുകൾ, വൈവിധ്യങ്ങളായിരിക്കുന്ന പാറ്റേണിൽ നൽകുന്ന നിരവധി MBA കോഴ്സുകൾ ഇന്ത്യ രാജ്യത്ത് തന്നെയുണ്ട്. രണ്ടാമതായിട്ട് നിൽക്കുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, ഡൽഹി യൂണിവേഴ്സിറ്റി അടക്കമുള്ളതായിരിക്കുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നൽകുന്ന MBA ആണ്. അതിന് നല്ല മൂല്യമുണ്ട്. അതിനുശേഷമാണ് മറ്റ് നമ്മുടെ കർണാടക പോലെയുള്ളതായിരിക്കുന്ന, പ്രത്യേകിച്ച് ബാംഗ്ലൂര്, മൈസൂര് സിറ്റിയിലൊക്കെ ഉള്ള കോളേജുകളും ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നൽകുന്ന MBA ഡിഗ്രിയുടെ മൂല്യം. ഈ മൂല്യം കണക്കാക്കുന്നത് നൽകുന്ന സബ്ജക്റ്റ് നോക്കിയിട്ട് മാത്രമല്ല, ഏത് രീതിയിലുള്ള പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും ഏത് രീതിയിലുള്ള ടീച്ചിങ് മെത്തേഡുമാണ് അവിടെ ഉപയോഗിക്കുന്നത് എന്നും കൂടെ നോക്കിയിട്ടാണ്. അപ്പോൾ MBA എടുക്കുന്ന ഒരു കുട്ടി ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഏത് സബ്ജക്റ്റ് എടുക്കുന്നു എന്ന് മാത്രമല്ല, ഞാൻ എവിടെ നിന്ന് ആണ് MBA പഠിക്കുന്നത് എന്നും കൂടെയാണ്. MBA പഠിക്കുന്ന സ്ഥാപനത്തിൻ്റെ റെപ്യൂട്ടേഷൻ തീർച്ചയായിട്ടും അവിടെ പഠിക്കുന്ന കുട്ടികൾക്കും ലഭിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളിലെ പല കോളേജുകളും ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പോസ്റ്റലായിട്ട് നൽകുന്നതായിരിക്കുന്ന, ഡിസ്റ്റൻസ് ആയിട്ട് നൽകുന്നതായിരിക്കുന്ന MBAക്ക് അതിൻ്റെ മൂല്യമേ കാണുള്ളൂ. വിദേശ രാഷ്ട്രങ്ങളിൽ പോയിട്ടാണ് ഒരു കുട്ടി MBA ചെയ്യുന്നതെങ്കിൽ അവിടെയും ഞാൻ ആ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ട്. ചില വിദേശ രാഷ്ട്രങ്ങളിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചാൽ അത് തീർച്ചയായിട്ടും അമൂല്യമായിരിക്കുന്ന ഒരു പഠനം തന്നെയാണ്. നമ്മുടെ രാഷ്ട്രങ്ങളിലെ വലിയ വലിയ കമ്പനികളിലുള്ളതായിരിക്കുന്ന ചീഫ് എക്സിക്യൂട്ടീവ്സ്, അതല്ലെങ്കിൽ CEO,
മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ ഒന്നുകിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ പഠിച്ചവരായിരിക്കും, അതല്ലെങ്കിൽ ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ, അതും അറിയപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചവരായിരിക്കും. എന്താണ് MBA കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, ഇന്നത്തെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുന്ന, കോംപ്ലക്സ് ആയിരിക്കുന്ന ബിസിനസ് ലോകത്തും ബിസിനസ് സ്ഥാപനങ്ങളെ ഏറ്റവും സക്സസ് ആക്കുന്ന രീതിയിൽ എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ മാനേജ് ചെയ്യണം എന്നാണ് ഒരു MBA-കാരൻ പഠിക്കുന്നത്. അതിന് ഡിഫറെൻറ്റ് മേഖലകളുണ്ട് എന്ന് നമുക്കറിയാം. HR ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് ഉണ്ട്, വെരി വെരി ത്രില്ലിംഗ് ആണ്. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഉണ്ട്, സ്ട്രാറ്റജിക് മാനേജ്മെൻ്റ് ഉണ്ട്, പ്രൊഡക്ഷൻ ഏരിയയിലുണ്ട്, അക്കൗണ്ടിങ് ഏരിയയിലുണ്ട്. ഇങ്ങനെ വൈവിധ്യമാർന്ന മേഖലയിൽ ലോജിസ്റ്റിക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലോജിസ്റ്റിക്. ഇങ്ങനെ വൈവിധ്യമാർന്ന സബ്ജക്റ്റുകൾ ബേസ് ചെയ്തുകൊണ്ടുള്ള MBA ഉണ്ട്. അത് തന്നെ ഫുൾ ടൈം MBA ഉണ്ട്, 2 ഇയർ ഫുൾ ടൈം MBA അങ്ങനെ കൊടുക്കുന്നതുണ്ട്. നമ്മളെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ബാംഗ്ലൂരൊക്കെ അങ്ങനെയാണ് കൊടുക്കുന്നത്. നമ്മുടെ കോഴിക്കോട്, ബാംഗ്ലൂർ, ലക്നൗ, റാഞ്ചി, അതേപോലെ തന്നെ അഹമ്മദാബാദ്, ഇങ്ങനെ നമുക്ക് 20ഓളം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സെൻറ്ററുകൾ ഇന്ത്യ രാജ്യത്തുണ്ട്. നമ്മുടെ കോഴിക്കോടൊക്കെ ഉള്ളതായിരിക്കുന്ന സ്ഥാപനങ്ങളിൽ നമുക്കറിയാം, വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് പോലും നിരവധി സ്റ്റുഡൻസ് വന്നിട്ടാണ് കോഴ്സ് പൂർത്തിയാക്കി തിരിച്ചു പോകുന്നത്. അത്രയും ക്വാളിറ്റി ഉള്ളതായിരിക്കുന്ന ടീച്ചിങ് മെത്തേഡും പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും ഒക്കെയാണ് ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നൽകുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ അതേ സമയത്ത് തന്നെ ബാംഗ്ലൂരിലുള്ളതായിരിക്കുന്ന മിക്കവാറും കോളേജുകളിലൊക്കെ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഒഴിച്ചിട്ടുള്ളതായിരിക്കുന്ന കോളേജുകളിലൊക്കെ ഒരു 6-7 ലക്ഷം കൊടുത്ത് കുറച്ച് ദിവസം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് അവിടെ റൂമിൽ കിടന്നുറങ്ങിയാലും എക്സാമിൻ്റെ തലേന്നോ തൊട്ട് തലേന്നോ കുറച്ച് കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്ത് പോയി എഴുതിക്കഴിഞ്ഞാൽ MBA പാസ്സാകും. അതും MBA തന്നെയാണ്. ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ മത്സ്യം വിൽക്കുന്ന ആളുകൾ പോലും MBA-കാരാണ്. മത്സ്യം വിൽക്കുന്ന ജോലി അവർ ചെറിയതായിട്ട് കാണുകയല്ല. പക്ഷേ പഠിച്ചതിന് ശേഷവും മാർക്കറ്റിൽ മത്സ്യ വിൽപ്പനക്കും അതേപോലെ തന്നെ മറ്റ് ചെറുകിട ജോലിക്കും MBA-കാരുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥ. നമ്മുടെ കേരളത്തിൽ പ്രത്യേകമായിട്ട് മലബാർ ഏരിയയിലൊക്കെ MBA-കാരെ കൊണ്ട് തടഞ്ഞിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് എന്ന് പോലും പല കരിയർ ക്ലാസ്സിൽ നിന്നും ഞാനും പറഞ്ഞിട്ടുണ്ട്, മറ്റു പല ആൾക്കാരും പറയുന്നതും അനുഭവത്തിലൂടെ ഒക്കെ മനസ്സിലാക്കുന്നതും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ MBA കോഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത് ഫോറിൻ MBA ആണോ ഇന്ത്യൻ MBA ആണോ. ഇന്ത്യൻ MBA ആണ് എങ്കിൽ തന്നെ നമ്മൾ തീരുമാനിക്കേണ്ടത് ഏത് സ്ഥാപനത്തിൽ നിന്നാണ് എന്നാണ്. കഴിയുന്നതും നല്ല സ്ഥാപനത്തിൽ നിന്ന് ഫുൾ ടൈം, അതേപോലെ തന്നെ ഡയറക്റ്റ് ഓഫ്ലൈനായിട്ട് ഓൺലൈൻ അല്ലാതെ നേരിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ട് എടുക്കുന്ന MBA-ക്കാണ് മൂല്യം കൂടുതലുണ്ടാകും. നേരത്തെ ഞാൻ പറഞ്ഞതായിരിക്കുന്ന ഡിസ്റ്റൻസ് MBA, ആ MBA-ക്കാർക്കൊക്കെ നേരത്തെ ഡിഗ്രി എടുത്ത് ജോലിയിലൊക്കെ കയറി കുടുംബ സെറ്റപ്പൊക്കെ ആയി പിന്നെ ജോലിയുടെ പ്രൊമോഷന് വേണ്ടിയോ അതല്ലെങ്കിൽ ഒരു ഡിഗ്നിറ്റിക്ക് വേണ്ടിയോ ഒക്കെ എടുക്കുന്ന MBA ആണ് ഈ ഡിസ്റ്റൻ്റ് ആയിട്ട് എടുക്കുന്നത്. ഒരു ഫ്രഷ് ചാൻസിൽ അതിന് പരിഗണന വളരെ കുറച്ചേ കിട്ടുകയുള്ളൂ. മറ്റൊരു രീതിയിലുള്ള എക്സിക്യൂട്ടീവ് പ്രോഗ്രാം MBA ഉണ്ട്. അതായത് കുറേ വർഷങ്ങൾ വർക്ക് ചെയ്ത് ഒരാൾ ആ വർക്ക് ചെയ്തതായിരിക്കുന്ന കമ്പനിയുടെ അപ്രൂവലോട് കൂടി അല്ലെങ്കിൽ കമ്പനി നേരിട്ട് തിരഞ്ഞെടുത്ത് പഠിപ്പിക്കുന്ന കോഴ്സുകൾ, അങ്ങനത്തെ MBA ഉണ്ട്, എക്സിക്യൂട്ടീവ് പ്രോഗ്രാം. അത് ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും അതേപോലെ തന്നെ ഈ കമ്പനിയിലെ വർക്ക് നോളജും ഒക്കെ പരിഗണിച്ച് ചിലപ്പോൾ 1 ഇയർ കോഴ്സ് ആയിരിക്കും, 2 ഇയർ ആയിക്കൊള്ളണമെന്നില്ല. അതേപോലെ ചില സ്ഥാപനങ്ങൾ ഇൻ്റഗ്രേറ്റഡ് കോഴ്സായിട്ട് നടത്തും. അഥവാ +2 കഴിഞ്ഞ ഉടനെ തന്നെ ഒരു 5 ഇയർ കോഴ്സിലേക്ക് ഡിഗ്രിയും MBAയും കൂടെ കൊടുക്കുന്ന കോഴ്സിലേക്ക് കുട്ടികളെ സെലക്ട് ചെയ്യാറുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് പോലെയുള്ളതായിരിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് CAT അഥവാ കോമൺ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന എൻട്രൻസ് ടെസ്റ്റ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ VAT റിട്ടേൺ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ ഉപയോഗിച്ച് ആണ് സെലക്ഷൻ എടുക്കുന്നത്. സാധാരണക്കാരായിരിക്കുന്ന ആളുകൾക്കും അതേപോലെ തന്നെ ആവറേജ് ഉള്ള ആളുകൾക്കും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ MBAക്ക് കിട്ടുക എന്നത് വളരെ റയറാണ്. അത്തരം ആളുകൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ
സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അവിടെയും നല്ല ടൈറ്റാണ്, മെറിറ്റ് നോക്കിയിട്ട് തന്നെയാണ് എടുക്കുക. അതിനുശേഷമുള്ളതായിരിക്കുന്ന മറ്റ് കോളേജുകളിലും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും എന്ത് ചെയ്യുക, MBAക്ക് ചേരാം. നമ്മുടെ കേരളത്തിലും പല മാനേജ്മെൻറ്റ് രംഗത്തും, ഞാൻ പേര് പ്രത്യേകമായിട്ട് ഒരു കോളേജിൻ്റെ മാത്രം പറയുന്നില്ല, അത് മറ്റ് കോളേജുകൾക്ക് അത് വിഷമമുണ്ടാക്കും. അതുകൊണ്ട് മാനേജ്മെൻറ്റ് മേഖലയിൽ പല ട്രസ്റ്റുകളും അതേപോലെ തന്നെ സ്ഥാപനങ്ങളും ഒക്കെ നടത്തുന്ന MBA കോഴ്സുകളുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ റെഡ്യൂസ് ചെയ്യുകയാണ്. സാധാരണ ഒരു MBA എടുക്കുകയാണ് എങ്കിൽ, ഡിസ്റ്റൻസ് അല്ല എങ്കിൽ ഏതാണ്ട് ഒരു 7 lakh 8 lakh എക്സ്പെൻസ് വരിക. MBAയുടെ ഞാൻ പറഞ്ഞല്ലോ വൈവിധ്യമുള്ള സബ്ജക്റ്റുകൾ ഉള്ളത് കൊണ്ട് ഏത് സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത് അതിനനുസരിച്ചാണ് നിങ്ങൾ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കേണ്ടത്. ലഭിക്കുന്ന സബ്ജക്റ്റ് പഠിക്കരുത്, മറിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റ് എടുത്തിരിക്കണം. വേറൊന്നിനും കിട്ടിയില്ല, അതുകൊണ്ട് ഇത് മാത്രമേ അവിടെ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അതിന് ചേർന്നു എന്ന ഒരു വാക്ക് നിങ്ങൾ പറയാറ്. കാരണം അതിൽ നമുക്ക് ഷൈൻ ചെയ്യാനോ നമുക്ക് നമ്മുടെ കഴിവുകൾ തെളിയിക്കാനോ സാധ്യമല്ല. എന്നാൽ ഡിസ്റ്റൻ്റ് പഠിക്കുന്നതായിരിക്കുന്ന MBAയുടെ ഒരു ആവറേജ് ചിലവ് കോഴ്സ് കഴിയുമ്പോഴേക്ക് 1 lakh to 1,50,000 എക്സാം ഫീസും സ്റ്റഡി നോട്ടും ഒക്കെ അവർ അയച്ചു തരും. നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ വഴി MBA എടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിലൊക്കെ ക്യാഷ് ചിലവാക്കിയാലും ശരി, ഫുൾ ടൈമായിട്ട് എൻഗേജ് ചെയ്ത് ആണെങ്കിലും ശരി, നല്ല കോളേജിൽ ചേർന്ന് MBA കംപ്ലീറ്റ് ആക്കണം. MBA കംപ്ലീറ്റ് ആക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ ക്വാളിറ്റിക്കും നമ്മുടെ ക്വാളിഫിക്കേഷനും അനുസരിച്ചാണ് നമ്മുടെ ജോലി സാധ്യതയും നമ്മുടെ സാലറി പാറ്റേണും എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. വിദേശങ്ങളിലൊക്കെ പോയി MBA കഴിഞ്ഞ് വരുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും അക്വയർ ചെയ്യുന്ന ചില അഡീഷണൽ നോളജ് ഉണ്ടാവും. ഒന്ന് ലാംഗ്വേജ് തന്നെയാണ്, മറ്റൊന്ന് ലോകത്തുള്ളതായിരിക്കുന്ന പല ടൈപ്പ് വിദ്യാർത്ഥികളെയും ആളുകളെയും കണ്ട് പരിചയപ്പെട്ടുള്ളതായിരിക്കുന്ന ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ്. ചില ഫോറിൻ യൂണിവേഴ്സിറ്റികളൊക്കെ പഠനം കഴിഞ്ഞതിന് ശേഷം അവിടെ 1-2 വർഷം ജോലി ചെയ്യുവാനുള്ളതായിരിക്കുന്ന സൗകര്യവും ചെയ്തു കൊടുക്കും. അങ്ങനെയാണ് എങ്കിൽ വിദേശത്ത് പഠിക്കുന്നതിൻ്റെ ചെലവുകൾ ആ ജോലിയിൽ നിന്ന് തന്നെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ വിദേശത്ത് പോയി പഠിക്കുക എന്നത് സാധാരണക്കാരായിരിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും തന്നെ നടക്കുന്നതല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തത് അവിടെ നല്ലൊരു സംഖ്യ, മിക്കവാറും യൂണിവേഴ്സിറ്റികളിലൊക്കെ പോയി പഠിക്കണമെങ്കിൽ നല്ലൊരു സംഖ്യ അവിടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് അറ്റ്ലീസ്റ്റ് 10 lakh നമ്മുടെ റിലേറ്റീവ്സും ഒക്കെ കാണിക്കണം എന്നുള്ളതാണ്. നമുക്കത് പിന്നീട് വിഡ്രോ ചെയ്യാം 2 months ഒക്കെ കഴിഞ്ഞതിന് ശേഷം. രണ്ടാമത്തത് അവിടുത്തെ പഠന ചെലവുകൾ എക്സ്പെൻസീവ് ആയിരിക്കും എന്നതാണ്. കാരണം അവിടെ ഫോറിൻ കറൻസിയിൽ നമ്മൾ പേയ്മെൻ്റ് ഒക്കെ കൊടുക്കേണ്ട സമയത്ത് ഇന്ത്യൻ രൂപയിലേക്ക് അത് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ചോളം വലിയൊരു സംഖ്യ ആയിരിക്കും. മൂന്നാമത്തത് എന്താണെന്ന് ചോദിച്ചാൽ, ചില ആളുകൾക്ക് വിദേശ രാഷ്ട്രങ്ങളിൽ പോയി പഠിക്കുന്നത് ചിലപ്പോൾ മാനസികമായിട്ട് അല്ലെങ്കിൽ വിശ്വാസപരമായിട്ട് ചിലപ്പോൾ അത്ര യോജിച്ചു കൊള്ളണമെന്നില്ല. പ്രത്യേകിച്ചും വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി പഠിക്കുന്ന ആൾക്കാർക്ക് ചില ഫാമിലികൾ അത്തരം കുട്ടികളെ വിടണമെന്നില്ല, പ്രത്യേകിച്ച് ഗേൾസിന് വിട്ടുകൊള്ളണമെന്ന് ഇല്ല. അപ്പോൾ നമ്മൾ സമ്മപ്പ് ചെയ്യുന്നത് MBAയെക്കുറിച്ച് ഒരു യൂണിഫോമായിട്ട് വളരെ കൃത്യമായിട്ട് സബ്ജക്റ്റോ കോഴ്സ് ഫീസോ ഡ്യൂറേഷനോ പറയുക എന്നത് അസാധ്യമാണ്. എന്തുകൊണ്ടാണ് അസാധ്യമാവുന്നത്? അത്രയ്ക്കും വൈവിധ്യമായിരിക്കുന്ന പാറ്റേണും സബ്ജക്റ്റും ഉള്ള ഒരു മേഖലയാണ് MBA എന്നത്. അതേ സമയത്ത് പണ്ട് മുതലേ തന്നെ നമ്മുടെ പ്രഗത്ഭരായിരിക്കുന്ന ഇന്നത്തെ പല വ്യവസായികളും അതേപോലെ തന്നെ ബിസിനസ്സിനെ മാനേജ് ചെയ്യുന്ന CEO രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ MBA എടുത്ത ആളുകളായിരിക്കും. മറ്റൊരു ഗുണം പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, MBAക്ക് ചേരുന്ന കുട്ടികളിൽ ഏകദേശം 80-90% വളരെ വിജയകരമായിട്ട് അത് കംപ്ലീറ്റ് ആക്കുമെന്നുള്ളതാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞതായിരിക്കുന്ന CMA അല്ലെങ്കിൽ ഇനി പറയാനുള്ള CA പോലുള്ളതായിരിക്കുന്ന പ്രൊഫഷണൽ കോഴ്സുകളിൽ അതിൽ ചേരുന്നതായിരിക്കുന്ന കുട്ടികളിലെ ബിലോ 10% മാത്രമേ അത് കംപ്ലീറ്റ് ആക്കുള്ളൂ. കാരണം അത് എങ്ങനെയാണ്, അത് പഠിക്കുന്ന സ്ഥാപനത്തെ നോക്കിയിട്ടല്ല, മറിച്ച് പഠിക്കുന്ന സബ്ജക്റ്റിനെ നോക്കിയിട്ട് വിലയിരുത്തുന്ന കോഴ്സാണ്. ഏത് സ്ഥാപനത്തിൽ നിന്ന് CA പഠിച്ചാലും CMA പഠിച്ചാലും നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചു എന്നതിന് പ്രസക്തിയില്ല, മറിച്ച് നിങ്ങൾ CA-കാരനാണോ CMA-കാരനാണോ എന്നതിനാണ് പ്രസക്തി. എന്നാൽ MBAക്ക് അങ്ങനെയല്ല. MBAക്ക് നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചു എന്നതിനും കൂടെ പ്രസക്തി ഉണ്ട്. അപ്പോൾ നമ്മൾ സമ്മപ്പ് ചെയ്യുന്നു, MBA എടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഡീറ്റെയിൽസ്, കോഴ്സ് ഡീറ്റെയിൽസ്, പേയ്മെൻറ്റ് ഡീറ്റെയിൽസ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ്, നമ്മൾ ചേരാൻ ഉദ്ദേശിക്കുന്ന സ്ഥാപനത്തിൻ്റെ റെപ്യൂട്ടേഷൻ എന്നിവ പരിശോധിച്ചതിന് ശേഷം മാത്രമേ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ചേരാൻ പാടുള്ളൂ, രക്ഷിതാക്കൾ അതിനെ അനുവദിക്കാനും പാടുള്ളൂ. ഓക്കെ, താങ്ക് യു.